മാർച്ച് 5 നോമ്പുകാലത്തിലെ 3-ാം വാരത്തിലെ ചൊവ്വാഴ്ച. മത്തായി 18:21 മുതൽ 35 വരെ വാക്യങ്ങൾ. അനിത സ്മിത്തും ഭർത്താവ് റോണിയും ലിബിയയിലേക്ക് താമസം മാറ്റിയത് ലിബിയൻ ജനതയുടെ ദുരിതം ലഘൂകരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണ്. ബെൻഗാസിയിലെ ഒരു സ്കൂളിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്നു റോണി. എന്നാൽ 2013 ഡിസംബർ 5 റോണി പ്രഭാത ജോഗിങ്ങിന് പോയപ്പോൾ അജ്ഞാതനായ ഒരു തോക്കുധാരിയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇതിനുശേഷം അനിത ഒരു കത്തെഴുതിയത് ഇങ്ങനെയാണ്. ഭർത്താവിൻ്റെ ആക്രമണകാരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കും? ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു നമ്മെ പഠിപ്പിച്ചത്, അല്ലാതെ അവരെ കൊല്ലാനോ പ്രതികാരം ചെയ്യാനോ അല്ല. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ സഹോദരനോ സഹോദരിയോ സുഹൃത്തോ തെറ്റ് ചെയ്താൽ ആ ആളോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ എന്ന് പത്രോസ് ചോദിക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് പോലെ പത്രോസിൻ്റെ ചോദ്യത്തിന് യേശു നേരിട്ട് ഉത്തരം നൽകുന്നില്ല. പകരം 70 പ്രാവശ്യം എന്നാണ് കർത്താവ് പറയുന്നത്. അതൊരു വലിയ സംഖ്യയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം 7 എന്ന സംഖ്യ പൂർണ്ണതയുടെയോ സമ്പൂർണതയുടെയോ പ്രതീകമാണ്. ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു, അതായത് സൃഷ്ടി പൂർത്തിയായി. മറുവശത്ത് 77 എന്നാൽ പരിമിതികളില്ലാത്ത ഒരു സംഖ്യയാണ്. പാപമോചനത്തിലൂടെ അക്രമത്തിൻ്റെ ചക്രം അവസാനിപ്പിക്കാൻ യേശു ആഗ്രഹിക്കുന്നുവെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾ ചെയ്ത ഉപദ്രവം അല്ലെങ്കിൽ അപമാനം ചെറുതാണെങ്കിൽ അയാളോട് ക്ഷമിക്കാൻ എളുപ്പമാണ്. എന്നാൽ ഒരു വ്യക്തി നമ്മെ ഒറ്റിക്കൊടുക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം. കാരണം അയാളിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, നമ്മൾ വഞ്ചിക്കപ്പെട്ടതായിട്ട് തോന്നുന്നു. കാലക്രമേണ നമ്മെ മുറിവേൽപ്പിച്ച വ്യക്തിയോട് ക്ഷമിക്കുമെന്നും ഈ പ്രക്രിയയിൽ നമ്മൾ ചുമക്കുന്ന ഭാരത്തിൽ നിന്ന് മോചിതരാകുമെന്നും പ്രതീക്ഷിക്കാം. ക്ഷമയുടെ അഭാവം സാധാരണയായി നാം ക്ഷമിക്കേണ്ട വ്യക്തിയേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മളിലാണ്. നീരസവും ദേഷ്യവും നമ്മെ വിഷലിപ്തമാക്കും. നമ്മുടെ കോപവും വേദനയും ഉപേക്ഷിക്കുക എളുപ്പമല്ല എന്നത് ശരിയാണ്. എന്നാൽ അവ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സുഖപ്പെടുത്തും. ഈ വേദനകളും നീരസങ്ങളും നമ്മൾ മാത്രം കൈകാര്യം ചെയ്താൽ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് യേശുവിലേക്ക് അത് സമർപ്പിക്കുക. നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാനും ഉള്ള കൃപ യേശു നമുക്ക് നൽകും. ഈ പ്രക്രിയയിൽ നമ്മൾ അക്ഷമരായിരിക്കണം.
യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയും ക്ഷമിക്കാൻ സഹായിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും വേണം. ഈ ഭാരത്തിൽ നിന്നും വേദനയിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ അവനോട് ആവശ്യപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാം. ലിയോ ടോൾസ്റ്റോയ് പറയുന്നത് പോലെ നമുക്ക് പരസ്പരം ക്ഷമിക്കാം. അപ്പോൾ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കൂ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.